ആലപ്പുഴ ചേർത്തലയിൽ 100 ഗ്രാം MDMA-യുമായി യുവാവിനെ പിടികൂടി. ഓച്ചിറ സ്വദേശി മുരുകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് കൊല്ലത്തേക്ക് വന്ന സ്വകാര്യ ബസ്സിലാണ് പ്രതി MDMA കടത്തിയത്. വിവരങ്ങളുമായി ദേവൻ MP ആണ് നമുക്കൊപ്പം ചേരുന്നത്. ദേവൻ, കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ പരിശോധന? ബിനിൽ, ഈ ചേർത്തല ദേശീയപാതയിൽ കൃത്യമായി ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്ഥിരമായി പരിശോധന ഉണ്ടാകാറുള്ളൊരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഇന്ന് രാവിലെ 8:45 കൂടി ഈ ബാംഗ്ലൂരിൽ നിന്ന് വരികയായിരുന്നു ഈ സ്വകാര്യ ബസ് പോലീസ് ഉദ്യോഗസ്ഥർ നിർത്തി പരിശോധിച്ചിരുന്നു. ആ പരിശോധനയിലാണ് ബസ്സിനുള്ളിൽ നിന്നും യുവാവിൻ്റെ കയ്യിൽ നിന്നും ഓച്ചിറ സ്വദേശിയായിട്ടുള്ള മുരുകൻ എന്നയാളുടെ കയ്യിൽ നിന്നും 100 ഗ്രാം MDMA പിടികൂടുന്നത്. ബാംഗ്ലൂരിൽ നിന്നും കൊല്ലത്തേക്ക് ഉള്ള സ്വകാര്യ ബസ് യാത്ര എന്ന് പറയുന്ന സ്വകാര്യ ബസ്സിൽ ഇയാൾ കരുനാഗപ്പള്ളിയിലേക്കായിരുന്നു ഇയാൾ ടിക്കറ്റ് എടുത്തിരുന്നത്. ഈ ബസ് സ്വാഭാവികമായിട്ടും ഈ ലഹരി കേസുകളെല്ലാം കൂടിയതിനു ശേഷം ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകളടക്കം പോലീസ് ഈ ദേശീയപാതയിൽ പരിശോധന നടത്താറുണ്ട്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ ലഹരി വസ്തു 100 ഗ്രാം MDMA പിടികൂടുന്നത്. ഇപ്പോൾ പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ നിന്നും പിടികൂടിയതിനു ശേഷം പ്രതിയെ ഇപ്പോൾ സ്ഥലത്ത് നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയും. കൃത്യമായി ചെറിയ പൊതികളിലാക്കി 6-7 ചെറിയ പൊതികളിലാക്കി സൂക്ഷിച്ച നിലയിലാണ് ഈ MDMA ഈ ബസ്സിനുള്ളിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നത്. ഇയാൾ ഈ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് ഈ ലഹരി വ്യാപാരം നടത്തുന്ന ആളാണെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. ഇത്തരത്തിൽ ഈ കൊല്ലം ജില്ലയിലടക്കം ഈ ലഹരി വസ്തു വിൽപ്പനയ്ക്കായി എത്തിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ചേർത്തല പോലീസിന്റെ പിടിയിലാകുന്നത്. ബിനിൽ, ദേവൻ, ഈ 100 ഗ്രാം MDMA എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ലഹരി കടത്തുന്നത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. പക്ഷേ ജാമ്യം ലഭിക്കാത്ത വിധത്തിലുള്ള അളവിലാണ് ഈ 100 ഗ്രാം MDMA ഉൾപ്പെടുന്നത്. മറ്റെന്തൊക്കെയോ ലഹരി വസ്തുക്കൾ അവിടെ കാണുന്നുണ്ടല്ലോ ദേവൻ, അതെന്തൊക്കെയാണത്? ബിനിൽ, അത് ഈ ചെറിയ പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഈ തൂക്കമെടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളാണ് ഈ പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ചെറിയ ത്രാസുകളിലേക്ക് മാറ്റി അതിനുശേഷം ചെറിയ പൊതികളിലേക്ക് അത് കൊണ്ടുവന്ന രീതിയിൽ തന്നെ ചെറിയ പൊതികളിലേക്ക് വീണ്ടും തിരിച്ച് തൂക്കമെടുത്തതിന് ശേഷം തിരിച്ച് മാറ്റുന്ന നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 100 ഗ്രാം MDMA മാത്രമാണ് ഇപ്പോൾ ഈ യുവാവിൻ്റെ കയ്യിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. മറ്റ് ലഹരി വസ്തുക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ ബാംഗ്ലൂരിൽ നിന്നും വന്നിരിക്കുന്ന ബസ്സും ഇവിടെ ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ്. ബസ്സിനുള്ളിൽ മറ്റ് യാത്രക്കാരുമുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ബസ് ഇവിടെ നിന്നും കടത്തിവിടാനും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്തെ കൊല്ലം ജില്ലയിലേക്കടക്കം ടിക്കറ്റ് എടുത്തിരിക്കുന്ന മറ്റ് യാത്രക്കാരും ഈ ബസ്സിനുള്ളിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ ഈ ബസ് ഇവിടെ നിന്നും നീക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ യാത്രക്കാരെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിന് നിയമത്തിന്റെ കുരുക്കുകൾ ഉള്ളതിനാൽ തന്നെ ആ യാത്രക്കാർ ഉൾപ്പെടെ കുടുങ്ങുകയാണ്. മറ്റു മാർഗങ്ങൾ ഉൾപ്പെടെ ചിലപ്പോൾ തേടേണ്ടി വന്നേക്കാവുന്ന സാഹചര്യം ഉണ്ട്. ഓച്ചിറ സ്വദേശി മുരുകനെയാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസുകാർ ഉൾപ്പെടെ സംസാരിക്കുകയാണ് മുരുകനോട്. അയാൾ ലഹരി കടത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണിയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 100 ഗ്രാം MDMA എന്ന് പറയുന്നത് സ്ഥിരമായി ലഹരിക്ക് അടിമപ്പെട്ടവർ വെളിപ്പെടുത്തിയതനുസരിച്ച് ഒരുപാട് നാൾ ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്ന MDMA ആണ്. ഒരു ലഹരി കടത്ത് സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണോ മുരുകൻ എന്നതുകൂടി വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആലപ്പുഴയിലാണ്, ചേർത്തലയിലാണ് ഈ MDMA പിടിച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കൊല്ലത്തേക്ക് കൊണ്ടുവന്ന MDMA ആണ് സ്വകാര്യ ബസ്സിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദേവൻ MP തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം.